നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് PSC മുൻവർഷങ്ങളിൽ നടത്തിയിട്ടുള്ള മലയാളവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്. ശരിയായ പരിഭാഷ ഏത്? ആൻസർ വരുന്നത് കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. അടുത്ത ക്വസ്റ്റ്യൻ, കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, നാടോടുമ്പോൾ നടുവേ ഓടണം. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പദം എഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ആഖ്യാനം. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പിരിച്ചെഴുതുക. അവൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ആ പ്ലസ് അൻ. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിപരീത പദം എഴുതുക. വിയോഗം. വിയോഗത്തിൻ്റെ വിപരീത പദം ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഉത്തരം വരുന്നത് എ ആണ്, സംയോഗം. വിയോഗത്തിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് സംയോഗം. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നതിൽ വിഹഗം എന്ന അർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്, പക്ഷിയാണ്. അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ചേർത്തെഴുതുക. ദു പ്ലസ് ജനം. ഉത്തരം വരുന്നത് എ ആണ്, ദുർജനം. അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മഞ്ഞ്, നിഹാരം, തുഷാരം. അടുത്തത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, എതിർലിംഗം എഴുതുക. ഭൃത്യ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഭൃത്യൻ എന്നുള്ളതാണ് ഭൃത്യയുടെ എതിർലിംഗം. അടുത്തത് പത്താമത്തെ ക്വസ്റ്റ്യൻ, ദിഗ്വിജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് എഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ദിക്കുകളെ ജയിക്കൽ. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ, ചേർത്തെഴുതുക. നൽ പ്ലസ് നൂൽ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, നന്നൂൽ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ സി ആണ് ശരി, ലീലയ്ക്ക് മറ്റു ഗത്യന്തരമില്ലാതായപ്പോൾ വീട് വിൽക്കേണ്ടി വന്നു. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ, ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥമേത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഭീഷണിപ്പെടുത്തുക. അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പിരിച്ചെഴുതുക. പടക്കളം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പട പ്ലസ് കളം. അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ, വിപരീത ശബ്ദം എഴുതുക. സ്വകീയം. സ്വകീയത്തിൻ്റെ വിപരീതം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, പരകീയം. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ, ഒറ്റ പദം എഴുതുക. അറിയാനുള്ള ആഗ്രഹം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ജിജ്ഞാസ. അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ, അശ്വതം എന്ന പദത്തിന് സമാനാർത്ഥമായി വരുന്ന പദം ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, അരയാൽ. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം എഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, വിദുഷി. അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പദം കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കവയത്രി. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ, മാവ് എന്ന പദത്തിൻ്റെ പര്യായ ശബ്ദമല്ലാത്തത് ഏത്?
ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, വരകം. ചൂതം, ആമ്രം, രസാലം എന്നുള്ളതൊക്കെ മാവിൻ്റെ പര്യായ പദങ്ങളാണ്. അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമാന പദമല്ലാത്തത് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, തെരുവ്. അടുത്തത് 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ എന്നതിൻ്റെ ശരിയായ സമാസം ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കഞ്ചനേർമിഴി. അടുത്തത് 23ാമത്തെ ക്വസ്റ്റ്യൻ. വിണ്ടലം എന്ന പദത്തെ പിരിച്ചെഴുതുന്നത് എങ്ങനെ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഓപ്ഷൻ എ ആണ്, വിൺ പ്ലസ് തലം. അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കയ്യാടിയെങ്കിലേ വായാടൂ എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥം എന്ത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ. അടുത്തത് 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കർഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എന്ത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കർഷക.